ഹായ് നമസ്കാരം, ഞാൻ അഭിലാഷ് മാർക്സ് സെൻറ്റർ ഫോർ ടെക്നോളജിയിൽ നിന്നും 15/5/2025 JCTയിൽ നിന്നും വന്ന സർക്കുലർ പ്രകാരം രണ്ടാം വർഷ KGC വിദ്യാർത്ഥികൾക്കുള്ള സെമസ്റ്റർ രജിസ്ട്രേഷൻ വെരിഫിക്കേഷനും അപ്രൂവലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. സെമസ്റ്റർ രജിസ്ട്രേഷൻ അപ്രൂവൽ പൂർത്തിയാക്കേണ്ട അവസാന തീയതി 20/5/2025 ആണ്. സെമസ്റ്റർ രജിസ്ട്രേഷന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ക്ലാസ് അഡ്വൈസറെ അസൈൻ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെബ്സൈറ്റിൽ കയറുക. സൈറ്റ് അഡ്രസ്സ് വരുന്നത് www.sbte.kerala.gov.in എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ അപ്രൂവറുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തു വരുന്ന വിൻഡോയിൽ ക്ലാസ് ഡിവിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അത് ഓപ്പൺ ചെയ്യുക. അതിൽ റിവിഷൻ 2022 ബ്ലോക്ക് Y2-ൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ സ്റ്റുഡൻസ് അഡ്വൈസറെ പേര് കാണിച്ചിട്ടില്ല. ആദ്യം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ആക്ഷൻ എന്ന ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അസൈൻ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റുഡൻസ് അഡ്വൈസർ ടീച്ചർ എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്നും ഏത് ടീച്ചറിനെയാണോ അസൈൻ ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. യെസ് അസൈൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ അഡ്വൈസറിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് സ്റ്റുഡൻസ് അഡ്വൈസറിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് സ്റ്റുഡൻറ്റ് സെമസ്റ്റർ രജിസ്ട്രേഷൻ നടത്തുന്നതാണ്. അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് വരുന്ന വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ സെമസ്റ്റർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ ഓപ്പണായി വരും. അതിനകത്ത് 5 കോഴ്സ് നെയിമുകൾ കാണും. എംപ്ലോയബിലിറ്റി സ്കില്ല്, എൻ്റർപ്രണർഷിപ്പ്, ട്രേഡ് തിയറി, ട്രേഡ് പ്രാക്ടിക്കൽ, പ്രൊജക്റ്റ് വർക്ക്, ഓൺ ജോബ് ട്രെയിനിങ് 2. അത് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. എസ് കൺഫേം എന്ന് കൊടുക്കുക. ഇവിടെ ഓട്ടോമൊബൈൽ എന്ന ട്രേഡിൽ ജീവൻ എന്ന സ്റ്റുഡൻസിൻ്റെ സെമസ്റ്റർ രജിസ്ട്രേഷനാണ് ഇവിടെ പൂർത്തിയാക്കിയത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലാസ് അഡ്വൈസറുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ്. ക്ലാസ് അഡ്വൈസറുടെ വിൻഡോ വരും. സെമസ്റ്റർ രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നേരത്തെ സെമസ്റ്റർ രജിസ്ട്രേഷൻ നടത്തിയ ജീവൻ എന്ന് പറയുന്ന കുട്ടിയുടെ പേര് കാണിക്കുന്നുണ്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ട്രേഡിനകത്ത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് അവരുടെ ബ്ലോക്ക്, പ്രോഗ്രാം, ബ്രാഞ്ച്, ബ്ലോക്ക് ടൈപ്പ്, കോർ കോഴ്സസ് എല്ലാം കാണിക്കുന്നുണ്ട്. അത് താഴെ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് വെരിഫൈ കൊടുക്കുക. അന്നേരം മുകളിൽ വെരിഫൈ സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. ക്ലാസ് അഡ്വൈസർ സെക്ഷൻ ലോഗൗട്ട് ചെയ്യുക. വീണ്ടും ഓട്ടോമൊബൈൽ ട്രേഡിൻ്റെ ചോടി യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. സെമസ്റ്റർ രജിസ്ട്രേഷൻ അപ്രൂവൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മൾ വെരിഫൈ ചെയ്ത ആ സ്റ്റുഡൻസിൻ്റെ പേര് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിൽ ആക്ഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് കാണിക്കും. അതിൻ്റെ താഴെ അപ്രൂവ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. HOD സെക്ഷൻ ലോഗൗട്ട് ചെയ്ത ശേഷം വീണ്ടും ക്ലാസ് അഡ്വൈസർ സെക്ഷൻ ലോഗിൻ ചെയ്യുക. അവിടെ മൈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ അപ്രൂവ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ പേര് അവിടെ കാണും. G1 J പറയുന്ന പേര് അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിനകത്ത് ഇയർ 2ൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇയർ 2 അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേപ്പറും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും പ്രോസസ്സാണ് സെക്കൻഡ് ഇയറിൻ്റെ സെമസ്റ്റർ രജിസ്ട്രേഷൻ വെരിഫിക്കേഷനും അപ്രൂവിങ്ങിനുമായി നടത്തേണ്ടത്. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.